ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, ഇവർ എപ്പോഴും അവരെ വീട്ടിൽ പോയി വീഡിയോ ചെയ്യാണല്ലോ അങ്ങനെ ഇങ്ങനെ നോക്കട്ടെ. ഒരിക്കലും അല്ല. അതുവഴി പോയപ്പോൾ ഞാൻ അവിടെ കയറിയതാണ്. മാത്രമല്ല ഞങ്ങൾ അയൽവാസികളാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ഇവരുടെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അയൽവാസിയും കൂടിയാണ് ഞാൻ കേട്ടോ. പിന്നെ ഞങ്ങൾ യൂട്യൂബിൽ വന്നിട്ടാണ് ഞാനും ഷിജൊക്കെ ഏറ്റവും കമ്പനി കൂട്ടുകാരത്തികളൊക്കെ ആയത് കേട്ടോ. പിന്നെ അല്ലാതെ എന്താ പറയുക, വീഡിയോ എടുക്കാനോ റീച്ചിട്ടാനോ അങ്ങനെയൊന്നും അല്ല. എന്നാൽ ചെന്നാൽ വെക്കം പിന്നെ ഞാനൊരു വീഡിയോ 1 2 3 വീഡിയോ എടുക്കാതെ ഞാൻ അവിടുന്ന് പോരലും ഇല്ല കേട്ടോ. പിന്നെ മിഞ്ഞാന്ന് പോയപ്പോൾ എന്താ വെച്ചാൽ അമ്മനെ കാണാത്തൊരു വിഷമമൊക്കെ ഉണ്ട്. ഇനി അമ്മ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടല്ലേ വരിക. അപ്പോൾ ഞാൻ ഒരു മൊമെൻറ്റോക്ക് വേണ്ടി പോയപ്പോൾ അങ്ങനെ അവിടെ കയറിയതാണ്. അപ്പോൾ എന്തായാലും ഇവരെ വീഡിയോയും ഇവരെ ഇഷ്ടമില്ലാത്ത ഒരാളും ഉണ്ടാവില്ല അല്ലേ. കാരണം എല്ലാവരും ഇവരെ വീഡിയോ കാണുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്കും അതേപോലെ തന്നെയാണ് കേട്ടോ. ഷിജിൻ്റെ ഫാമിലിന് ഷിജിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മൻ്റെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലേ, കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ. അമ്മ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് കേട്ടോ. ഇവരമ്മ നല്ലൊരു അമ്മയാണ് കേട്ടോ. അതേപോലെ തന്നെ അമ്മൻ്റെ മരുമോളും ഉഷാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഷിജിൻ്റെ കമ്മലൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കുമ്പോൾ ഇതിനായിട്ട് അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ ആരും. ഇപ്പോൾ ഞാൻ ഇന്നലെ വല്ല ഹോം ടൂർ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ട്. കാരണം എന്നോട് എന്താ അപ്പോൾ തിരൂരിലെ 3 താത്താർ പറഞ്ഞിനി അവർ ഹോം ടൂർ ചെയ്യുകൊണ്ടിട്ടോ, നിങ്ങളിത് പറഞ്ഞിനി എന്നോട് കേട്ടോ. അപ്പോൾ അവർക്കും കാണാം. പിന്നെ ഓല വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടാവും, എൻ്റെ വീഡിയോ കാണുന്നവർ. എൻ്റെ വീഡിയോ കാണാത്തവർ ഓല വീഡിയോ കാണുന്നവരും ഉണ്ടാവും കേട്ടോ. കാരണം ഓല വീഡിയോ ആണ് കുറേ ആൾക്കാർ കാണുന്നത്. അപ്പോൾ ഓല വീഡിയോ കാണാത്ത ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടാവില്ല. ഓൽക്ക് വേണ്ടിയിട്ട് ഒരു നാടൻ ഫാമിലിയുടെ വീട് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു, അഥവാ ഹോം ടൂർ ആക്കിയെന്ന് മാത്രമാണ് കേട്ടോ, അല്ലാതെ ഒന്നുമല്ല. പിന്നെ ഇപ്പോൾ പറഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ പിന്നെ ഞാനൊരു വീഡിയോ എടുക്കും. എൻ്റെ ഷിജിക്കും ആയാലും ഓളെ ഹസ്ബൻഡിനായാലും ഞാൻ വീഡിയോ എടുക്കണമൊക്കെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം ഞങ്ങൾ അയൽവാസികളാണ്, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ പിന്നെ ഞാൻ പോയപ്പോൾ അങ്ങനെ എടുത്തവരും എടുക്കണ്ടെന്ന് പറയലും ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ എടുക്കുകയും ചെയ്യും. പിന്നെ എനിക്കും തന്നെ എന്നും 5-5:30 ആകുമ്പോഴേക്കിന് ഞാൻ ഒരു വീഡിയോ ഇടുന്ന ആളല്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ മക്കളെ. ആരും തെറ്റിദ്ധരിക്കരുത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രം കേട്ടോ നമ്മളിവിടെ ീനാവും കണ്ടിരിക്കും ബീവി അശകുത്ത മണിമുത്ത് ഖദീജ ബീവി ൂറിയാൾ മുഹബ്ബത്തിൽ മധുരത്തേവി മതിലെങ്കും മദീനത്തെ രാജാത്തിപ്പൂവി ഷലൊത്ത ീനാവും കണ്ടിരിക്കും ബീവി അശകുത്ത മണിമുത്ത് ഖദീജ ബീവി ൂറിയാൾ മുഹബ്ബത്തിൽ മധുരത്തേവി മതിലെങ്കും മദീനത്തെ രാജാത്തിപ്പൂവി റസൂലരെ കനവിൽ കണ്ട് ഒത്തിരി മോഹം കൽബിൽ കുതിർത്ത് ഹക്കവനിൽ ഇരവോതീരത്ത് റസൂലരെ കനവിൽ കണ്ട് ഒത്തിരി മോഹം കൽബിൽ കുതിർത്ത് ഹക്കവനിൽ ഇരവോതീരത്ത് ഹക്കവനിൽ ഇരവോതീരത്ത് അല്ലാമീനന്നു വരുന്നു താരകം പൂത്ത് ഇശലിൻ്റെ പൂക്കൾ കൊരുത്തൊരു മാലയും തീർത്ത് ഇശലൊത്ത ഈനാവും കണ്ടിരിക്കും ബീവി അശകൊത്ത മണിമുത്ത് ഖദീജ ബീവി
നിഴലില്ലാത്തൊരു മേന്മയതുണ്ട് മേഘം കുട പോൽ ചൂടിയ കണ്ട് തോഴിയ ബീവിയിൽ ചരിതമുര നിഴലില്ലാത്തൊരു മേന്മയതുണ്ട് മേഘം കുട പോൽ ചൂടിയ കണ്ട് തോഴിയ ബീവിയിൽ ചരിതമുരത്ത് നിഴലില്ലാത്തൊരു മേന്മയതുണ്ട് മേഘം കുട പോൽ ചൂടിയ കണ്ട് തോഴിയ ബീവിയിൽ ചരിതമുരത്ത് തോഴിയ ബീവിയിൽ ചരിതമുരത്ത് ഇതിഹാസം മല തല്ലും കഥകൾ കേട്ട് ബീവിയാൽ ഖദീജതൻ മനസ്സും കൂത്ത് ഇശലൊത്ത കിനാവും കണ്ടിരിക്കും ബീവി അശകൊത്ത മണിമുത്ത് ഖദീജ ബീവി ഹൃദയത്തിൽ അനുരാഗമുണർന്ന് നിത്യവസന്തം മേനി പുണർന്ന് ബീവി ഖദീജ നൂറിലലിന് ഹൃദയത്തിൽ അനുരാഗമുണർന്ന് നിത്യവസന്തം മേനി പുണർന്ന് പൊരുളായ നാഥനല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ അല്ലാഹു ഞങ്ങളെ കാത്തിടണേ കാരുണ്യക്കടലായ നാഥനല്ലാഹു ഞങ്ങൾക്ക് കനിഞ്ഞിടണേ നിൻ കാരുണ്യം മഴയായി ചൊരിഞ്ഞിടണേ പാപികളാകും ഞങ്ങൾക്കെല്ലാം നേർവഴി നൽകണേ ഇരുളണയുമ്പോൾ കൈത്തിരിയായി നീ മുന്നിൽ പൂക്കണേ നിന്നാമങ്ങൾ വാഴ്ത്തിയിടാനായി തൗഫീഖേകല്ലാ ഭാഗ്യം നൽകല്ലാ. അപ്പോൾ മക്കളെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.